ഇവിടെ വെച്ചല്ലേ സാധനം വെച്ചെടുത്ത് മാറ്റുന്ന ആരാ? ആ മോനെ മടാ ചേട്ടാ 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 ഒരു ബുക്ക് എടുക്കണായിരുന്നു ചേട്ടാ. ഒരു ബുക്ക് വേണമായിരുന്നു. ഇവിടുന്ന് പോയിട്ട് പിന്നെ വാ. ഞാനൊരു പണിയെടുക്കുന്നതാണെന്നില്ലേ? ഉറങ്ങണാണോ പണി? ചേട്ടാ ഒരു ബുക്ക് എടുക്കണായിരുന്നു. നിങ്ങളടുത്ത ലൈബ്രറിയനല്ലേ? അയ്യോ അയ്യോ അതെ എംടിയുടെ മഞ്ഞുണ്ടാ? മഞ്ഞ ഇപ്പൊ ഈ ചൂട് കാലത്ത് അതിനൊരു നേരവും കാലവും ഇല്ല മോളെ. ഉണ്ടാവൂല അങ്ങനെ വരും. അതല്ല എംടിയുടെ പുസ്തകം ഉണ്ടോന്ന്. പുസ്തകമൊന്നും ഇല്ല ഇടാ ഇപ്പം. മലയാറ്റൂറിന്റെ യക്ഷി ഉണ്ടാ? യക്ഷി അപ്പൊ പിന്നെ ആയിരിക്കണം എന്തെന്നാ അടുത്തൂടാ. അതെന്താണ്? അതെനിക്ക് ബൈൻഡ് ചെയ്തിട്ട് വെക്കണ്ട ആ സാധനം. കുറേ കഷ്ണം കള്ളാസ് പാറിപ്പോയിട്ടുണ്ട്. എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി കൊടുക്കും. സത്യം പറഞ്ഞ ഇവിടെ ഒന്നും ഇല്ല. ആ യക്ഷി മാത്രമേ എൻ്റെ അടുത്ത്. വേറെ ബുക്കൊന്നും ഇല്ല അല്ലേ? ഇല്ല. ആ പേരെന്ന് അപ്പൊ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതെ തിരക്കൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് വർത്താനം പറഞ്ഞിരിക്കാം. ഇവിടെ ആരും പറ്റില്ല. എനിക്ക് നല്ല തിരക്കുണ്ട്. ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? വെറുതെ പണി മുടക്കണ്ട, കിടന്ന് ഉറങ്ങിക്കോട്ടെ. എനക്ക് തിരക്കില്ലല്ലോ മോളെ. അവരെ മിനിറ്റ് ഒറ്റ ഇതൊരു കളിയാ, ശാസ്ത്രക്കളി. ഇത് വായിച്ചു പഠിച്ചു. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ചേട്ടൻ തന്നെ ഇരുന്ന് വായിച്ചു കേട്ടാ. ഇത് വേണ്ട, ശാസ്ത്രം വേണ്ടാത്ത ഇവളല്ലേ ഞാനിന്ന് പറയേണ്ടത്. ഉറക്ക് കളഞ്ഞു. ഹലോ ഹലോ ആ നമസ്കാരം. നമസ്കാരം. എനിക്കൊരു മെമ്പർഷിപ്പ് വേണമല്ലോ. പാർട്ടി ഓഫീസല്ല. പാർട്ടി ഓഫീസല്ല ഇത്. അല്ല ഇത് ലൈബ്രറി അല്ലേ? ലൈബ്രറി. ഇവിടുന്ന് പുസ്തകം എടുക്കണം. അതിന്റെ പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയറൊക്കെ മുമ്പേ ആരോ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നില്ല. അല്ല ഇവിടുന്ന് പുസ്തകം എടുക്കണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണ്ടേ? മെമ്പർഷിപ്പ് വേണമല്ലോ. ആ അത് എടുക്കണം. പ്രൊസീജിയേഴ്സ് ആവും. സാധനം പോയി ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ആരാ ഇവിടുത്തെ ലൈബ്രറിയൻ? ആരാ ലൈബ്രറിയൻ? ആണല്ലോ, ഞാനാണ്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ആ ശരി. ആ അപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം. ജയിലിലായിരുന്നു. ഇല്ലില്ല പേടിക്കൊന്നും വേണ്ട. ജയിലിൽ സൂപ്രണ്ടായിരുന്നു. ആ അപ്പൊ എന്താ വെച്ചാ റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അതുവരെ ഒന്നും വായിച്ചില്ലേ? അതുവരെ വായിച്ചില്ല എന്നുള്ളതല്ലോ. അതെ അതെ. അപ്പൊ പുസ്തകം വേണമെന്ന്. അതെ പുസ്തകം വേണം. അതെ ഞാൻ പഞ്ചായത്തിലെ സ്ലീപ്പർ പണി എടുക്കുന്നവൻ അടിച്ചു വരല്ലേ. സ്ലീപ്പർ പണി ഉണ്ടല്ലോ, നമ്മൾ അടിച്ചു വരുന്ന പണിക്കാരനാ ഞാൻ. ലൈബ്രറിയനല്ല, ആളെ പണി കഴിയും രാവിലെ 10 മണിയാകുമ്പോ. അപ്പൊ ഇതൊന്ന് രാവിലെ തുറക്കണം.
ഉച്ചക്കുണ്ണണം വൈകുന്നേരം അടക്കണം. ഈ ഒരു പണി ഇപ്പൊ തൽക്കാലം എടുക്കുന്ന വിചാരിച്ചാൽ ലൈബ്രറി ഇല്ലേ? സാധനം ഇപ്പൊ ഇല്ല. അത് ശരി. പുസ്തകം വേണ്ടേ? ഓരോരുത്തരും എടുത്തോണ്ടോ പിന്നെ തിരിച്ചുകൊണ്ടിരില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ വരാം. ആയിക്കോട്ടെ. വേറെ ഒന്നും വേണ്ട. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. പിന്നെന്തിനാ വായിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ നിറഞ്ഞ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നുകയാണ്. ഈ മന്മഥൻ പബ്ലിക്കേഷൻ്റെ പ്രൊപ്പറേറ്റർ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. കാരണം പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ ശ്രീ രാഘവൻ അമാവാസിയുടെ ഏറുകൊണ്ട പക്ഷിയുടെ 5ാമത് പതിപ്പാണ് നമ്മൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അതും വെറും ചുരുങ്ങിയ 6 മാസം കൊണ്ട് 5ാമത്തെ പതിപ്പ് നമ്മളിവിടെ പ്രകാശനം ചെയ്യുകയാണ്. PWDയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ രാഘവൻ അമാവാസിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇങ്ങനെ ഒരു കഴിവ്, അതായത് കവിത രചിക്കാനുള്ള ഒരു കഴിവ് കണ്ടെത്തിയത് മന്മഥൻ പബ്ലിക്കേഷനാണ്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പറഞ്ഞ് അങ്ങനെ നീട്ടുന്നില്ല, കാട് കയറുന്നില്ല. എന്തായാലും നമ്മുടെ ഈ 5ാമത് പതിപ്പ് പ്രകാശനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു സാഹിബിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രാഘവൻ അമാവാസി എന്ന് പറയുന്ന ഈ എഴുത്തുകാരനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം ഇയാള് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല, എനിക്കറിയാം. പക്ഷെ സർക്കാർ ഉദ്യോഗം ഒന്ന് വിരമിച്ചതിന് ശേഷം മൂപ്പർക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എഴുത്തോടെ എഴുത്താണ്. ഇപ്പം മന്മഥൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഈ ഏറുകൊണ്ട പക്ഷി, ഏറുകൊണ്ട പക്ഷി, ഇത് മന്മഥൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും വായിക്കണം. അത് മൂപ്പരുടെ അനുഭവങ്ങളാണത്, മൂപ്പരുടെ ജീവിതാനുഭവങ്ങളാണ് മൂപ്പര് ഓരോ കവിതയിലും പകർത്തി വെക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു പുസ്തകം വെറുതെ മൂപ്പര് വീട്ടിലിരുന്ന് എഴുതിയോണ്ട് കാര്യമില്ല, അത് പ്രകാശനം ചെയ്യാൻ പബ്ലിക്കേഷൻസ് വേണം. അതിനാണ് നമ്മളെ മന്മഥനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം മൂപ്പരെ പോലെ ഒരു പ്രസാധകൻ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം പുറത്തിറങ്ങുമല്ലോ. ഇത് നമ്മുടെ നാട്ടിലെ എഴുതാൻ കഴിവുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാണ് രാഘവേട്ടൻ. അപ്പം എല്ലാ ആശംസകളും, ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ നമ്മുടെ രാഘവൻ അമാവാസിക്ക് സാധിക്കട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ രാഘവേട്ടൻ നിങ്ങളോട് 2 വാക്ക് നന്ദി അറിയിക്കും പറഞ്ഞു. ഈ പുസ്തകം പ്രകാശന ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയും തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇതിൽ ക്ഷണം സ്വീകരിച്ച് വന്നത് തന്നെ നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ ഞാൻ എഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിക്കുന്ന മന്മഥൻ പബ്ലിക്കേഷൻസ് വളരെ ആവേശം നൽകുന്ന ഒരു പ്രസിദ്ധീകരണ ശാലയാണ്. അപ്പോൾ എൻ്റെ കവിതകൾ എൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ്. അത് നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്, വായനക്കാർ. അപ്പോൾ നിങ്ങൾ അതെല്ലാവരും വായിച്ച് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു സാറിനും അതുപോലെ നമ്മുടെ പ്രസാധകൻ മന്മഥൻ സാറിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തും.